ആളറിയിക്കാതെ ബ്രാഹ്മണ വേഷത്തിൽ പാഞ്ചാലപുരത്തെത്തിയ പാണ്ഡവന്മാർ അന്നൊരു കുശവന്റെ ആലയിലാണ് അന്തിയുറങ്ങിയത്. സ്വയംവര ദിനം വന്നെത്തി. സ്വയംവരത്തിൽ പങ്കെടുക്കാനെത്തിയ ഒട്ടനവധി രാജാക്കന്മാരെ പാഞ്ചാലരാജൻ യഥോചിതം സ്വീകരിച്ചു സൽക്കരിച്ചു. വിഷമമേറിയ ഒരു പരീക്ഷ തന്നെയാണ് പാഞ്ചാലിയുടെ സ്വയംവരത്തിന് ദ്രുപദൻ നിശ്ചയിച്ചിരുന്നത്. അതിവേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു യന്ത്രം വളരെ ഉയരത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നു. ആ യന്ത്രത്തിനകത്ത് ഒരു കൃത്രിമ കിളിയെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. യന്ത്രത്തിന്റെ ചെറിയ പഴുതിൽ കൂടി ഒരേ സമയം 5 അമ്പുകൾ എയ്ത് ആ കൃത്രിമ കിളിയുടെ കഴുത്തറുത്ത് വീഴ്ത്തുന്നവന് പാഞ്ചാലിയെ വിവാഹം ചെയ്തു കൊടുക്കും. സ്വയംവര മണ്ഡപത്തിനടുത്ത് സജ്ജമാക്കി വച്ചിരിക്കുന്ന വില്ലു കുലച്ച് ഞാൺ കെട്ടിയിട്ട് വേണം കിളിയെ അമ്പെയ്യാൻ. സമയമായപ്പോൾ മത്സരത്തിൽ പങ്കെടുക്കുന്നവരായും കാണികളായും ഒട്ടേറെ പേർ മണ്ഡപത്തിൽ വന്നു നിറഞ്ഞു. ശ്രീകൃഷ്ണനും ബലരാമനും സന്ദർശകരായി എത്തിയിട്ടുണ്ട്. ബ്രാഹ്മണരുടെ കൂട്ടത്തിൽ പാണ്ഡവർ 5 പേരും വന്നിരുന്നു. പാഞ്ചാലി രംഗപ്രവേശം ചെയ്തപ്പോൾ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന രാജാക്കന്മാരെയെല്ലാം ദൃഷ്ടദ്യുമ്നൻ സഹോദരിക്ക് പരിചയപ്പെടുത്തി. ശ്രീകൃഷ്ണനും ബലരാമനും മാത്രമാണ് ബ്രാഹ്മണരുടെ കൂട്ടത്തിലിരിക്കുന്ന പാണ്ഡവരെ തിരിച്ചറിഞ്ഞത്. മത്സരം ആരംഭിച്ചു. മത്സര പരീക്ഷയിൽ ജയിക്കാൻ രാജാക്കന്മാർ ഓരോരുത്തരായി മുന്നോട്ട് വന്നു. അതിൽ പലർക്കും വില്ലു കുലയ്ക്കാൻ പോലും കഴിഞ്ഞില്ല. വില്ലു കുലച്ചവർക്കോ ഞാൺ കെട്ടുവാൻ കഴിഞ്ഞില്ല. ചിലർ വീണുരുണ്ട് മുറിവേറ്റ് മടങ്ങി. ദുര്യോധനൻ ഉൾപ്പെടെ പല രാജാക്കന്മാരും തോൽവി സമ്മതിച്ച് മടങ്ങിയപ്പോൾ കർണൻ തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് യാതൊരു കൂസലും കൂടാതെ വില്ലെടുത്ത് ഞാൺ വലിച്ചു കെട്ടി. കിളിയുടെ കഴുത്തിലേക്ക് അമ്പെയ്യുവാൻ ഉന്നം നോക്കി. കർണനെ തടഞ്ഞുകൊണ്ട് ദ്രൗപദി പറഞ്ഞു, നിൽക്കൂ, ഒരു സൂതപുത്രനായ നിങ്ങൾ ഈ പരീക്ഷയിൽ ജയിച്ചാലും നിങ്ങളെ ഞാൻ മാലയിട്ട് സ്വീകരിക്കുന്നതല്ല. ദ്രൗപദിയുടെ ആക്ഷേപ വാക്കുകൾ കേട്ട് ലജ്ജിച്ച കർണൻ മുറിവേറ്റ മനസ്സുമായി വില്ല് തിരികെ വെച്ച് സ്വസ്ഥാനത്ത് ചെന്നിരുന്നു. അതിനുശേഷം വില്ലു കുലയ്ക്കാനെത്തിയ ശിശുപാലനും ജരാസന്ധനും ശല്യരുമൊക്കെ തോൽവി സമ്മതിച്ച് മടങ്ങി. തന്റെ പുത്രിയെ പരിണയിക്കാൻ വില്ലാളികൾ ആരും കൂട്ടത്തിലില്ലെന്ന് ചിന്തിച്ച് പാഞ്ചാലരാജൻ വിഷമിച്ചിരിക്കെ ബ്രാഹ്മണരുടെ കൂട്ടത്തിൽ പ്രച്ഛന്ന വേഷധാരിയായി ഇരിക്കുന്ന അർജുനൻ സാവധാനം എഴുന്നേറ്റു ചെന്ന് വില്ലു കുലച്ച് ഒരേ സമയം 5 അമ്പുകൾ എയ്ത് നിഷ്പ്രയാസം ആ കൃത്രിമ പക്ഷിയുടെ കഴുത്ത് മുറിച്ച് താഴെയിട്ടു. സുന്ദരനായ ആ ബ്രാഹ്മണ യുവാവിനെ കൃഷ്ണയ്ക്ക് ഇഷ്ടമായതിനാൽ അവൾ അയാളുടെ കഴുത്തിൽ വരണമാല്യം അണിയിച്ചു. ബ്രാഹ്മണ യുവാവിനോട് അസൂയ മുഴുത്ത രാജാക്കന്മാരെല്ലാവരും ഒത്തൊരുമിച്ച് യുദ്ധത്തിനൊരുങ്ങി. അത് കണ്ട പാഞ്ചാലരാജനും പുത്രൻ ദൃഷ്ടിത്മനനും ഇനി എന്തു ചെയ്യേണ്ടു എന്നറിയാതെ അമ്പരന്നു. പക്ഷേ ബ്രാഹ്മണ വേഷം ധരിച്ച അർജുനനും ഭീമനും അവരെയെല്ലാം ചെറുത്തു തോൽപ്പിച്ചു. ദ്രൗപദിയെയും കൂട്ടി വളരെ വൈകി കുന്തിദേവിയുടെ അടുക്കലെത്തിയ പാണ്ഡവർ പുറത്തുനിന്ന്, അമ്മേ, ഇതാ ഞങ്ങൾക്ക് കിട്ടിയ ഭിക്ഷ എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഭിക്ഷ എന്താണെന്ന് ചോദിക്കുക പോലും ചെയ്യാതെ കുന്തി പറഞ്ഞു, ആ ഭിക്ഷ നിങ്ങൾ 5 ആളും കൂടി അനുഭവിച്ചു കൊള്ളുക. കഴിഞ്ഞ ജന്മത്തിൽ മുനികന്യകയായിരുന്ന ദ്രൗപദി ഈ ജന്മത്തിൽ 5 ഭർത്താക്കന്മാരുടെ ഭാര്യയായി ജീവിക്കുമെന്ന് പരമശിവൻ നൽകിയ വരത്തിന്റെ കാര്യം വ്യാസമഹർഷി പാഞ്ചാലി സ്വയംവരത്തിന് പോകുന്ന തങ്ങളോട് പറഞ്ഞിരുന്നത് ഓർമ്മ വന്ന പാണ്ഡവർ അമ്മയുടെ വാക്കുകൾ പാഴാവാതിരിക്കാൻ ദ്രൗപദിയുടെ ഭർതൃപദം 5 പേരും കൂടി ഏറ്റെടുത്തു. പുത്രവധുവായ ദ്രൗപദിയെ കുന്തിക്ക് ഇഷ്ടമായി. പാണ്ഡവന്മാർ സ്വയംവര വിശേഷങ്ങൾ അമ്മയോട് പറഞ്ഞിരിക്കെ അവരെ അന്വേഷിച്ച് അവിടെ എത്തിച്ചേർന്ന ശ്രീകൃഷ്ണ ബലരാമന്മാർ തങ്ങളുടെ അച്ഛൻ പെങ്ങളായ കുന്തിയോടും പാണ്ഡവരോടും കുറെ നേരം വിശേഷങ്ങൾ പറഞ്ഞിരുന്ന് മടങ്ങിപ്പോയി. മത്സര പരീക്ഷയിൽ നിഷ്പ്രയാസം വിജയം വരിച്ച് ദ്രൗപദിയെ വിവാഹം ചെയ്തു കൊണ്ടുപോയ ബ്രാഹ്മണ യുവാവ് യഥാർത്ഥത്തിൽ ആരാണെന്നറിയുവാൻ ദൃഷ്ടദ്യുമ്നൻ രഹസ്യാന്വേഷണം നടത്തിയെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഏതായാലും ബന്ധുക്കൾ എന്ന നിലയ്ക്ക് പാഞ്ചാലരാജൻ പാണ്ഡവരെ തന്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടുപോയി. കൊട്ടാരത്തിൽ വെച്ച് അവർ ആരാണെന്നുള്ള യാഥാർത്ഥ്യം വെളിപ്പെടുത്തണമെന്ന് പാണ്ഡവരോട് ദ്രുപദൻ അപേക്ഷിച്ചു. അദ്ദേഹത്തിന്റെ അപേക്ഷ സ്വീകരിച്ച് യുധിഷ്ഠിരൻ പറഞ്ഞു,
വാരണാവതത്തിലെ അരക്കില്ലത്തിൽ വെന്തു മരിച്ചെന്ന് ഹസ്തിനപുര വാസികളും മറ്റുള്ളവരും കരുതിയിട്ടുള്ള പാണ്ഡവരാണ് ഞങ്ങൾ. ധർമ്മപുത്രരുടെ വാക്കുകൾ കേട്ട പാഞ്ചാലരാജനും ദൃഷ്ടദ്യുമ്നനും വളരെ സന്തോഷമാണുണ്ടായത്. അവരുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. താൻ ഇച്ഛിച്ചതുപോലെ അർജുനനെ തന്നെ തന്റെ പുത്രിക്ക് വരനായി ലഭിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ ദ്രുപദൻ വിധിപ്രകാരം പാഞ്ചാലിയെ അർജുനനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്ന കാര്യം പാണ്ഡവരോട് സൂചിപ്പിച്ചപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, ഞങ്ങൾ 5 പേരും കൂടി ദ്രൗപദിയെ വിവാഹം കഴിക്കാം. എന്ത്, ഒരുത്തിക്ക് 5 ഭർത്താക്കന്മാരോ? അതൊരിക്കലും ധർമ്മമല്ല. ഒരേ സ്വരത്തിലുള്ള പാഞ്ചാലരാജന്റെയും പുത്രന്റെയും വാക്കുകൾ കേട്ട യുധിഷ്ഠിരൻ തുടർന്നു, ധർമ്മമാർഗം പലപ്പോഴും സാധാരണക്കാർക്ക് പിടികിട്ടുന്നതല്ല. ധർമ്മപുത്രരുടെ ന്യായവാദങ്ങളൊന്നും പാഞ്ചാലരാജന് സ്വീകാര്യമായില്ല.